ഇന്നത്തെ വചനത്തിന്റെ ആധാരമായി പഠനത്തിന് വേണ്ടി for this morning's meditation, 46-ാം സങ്കീർത്തനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. Psalms 46 is where we will focus our attention. വളരെ പ്രധാനപ്പെട്ട നമുക്ക് സുപരിചിതമായൊരു സങ്കീർത്തന ഭാഗമാണ് 46-ാം സങ്കീർത്തനം. A very important, at the same time, a very familiar psalm or passage in the scripture is this psalm. നവോത്ഥാന കർത്താവായിരുന്ന മാർട്ടിൻ ലൂതറിന് വളരെ പ്രിയങ്കരമായ സങ്കീർത്തനമായിരുന്നു 46-ാം സങ്കീർത്തനം. The person who led the Reformation, Martin Luther, is known to have this psalm or has had this psalm as one of his favorites. താൻ നിരാശയുടെ ഗർത്തത്തിൽ പെടുമ്പോൾ താൻ തന്റെ സ്നേഹിതരോട് പറയും, നമുക്ക് ഒരു പാട്ട് പാടാം. അദ്ദേഹം ആരോ എഴുതിയ പാട്ടിൽ അദ്ദേഹം പലപ്പോഴും ഊർജം കൊള്ളാറുണ്ട്. വാട്ട് എ മൈറ്റി ഫോർട്ടസ് എന്ന് തുടങ്ങുന്ന ആ പാട്ട് തൻ്റെ എന്നുമുള്ള പാട്ടായിരുന്നു. Anytime Martin Luther encouraged any discouraging situations, he would take time to invite his friends over to come and say, let's sing a song. And when they sing the song, What a Mighty Fortress, he would get encouragement from that. ഈ സങ്കീർത്തനത്തിന്റെ പുറകിലെ പാരമ്പര്യങ്ങളോ ചരിത്രങ്ങളോ ഒക്കെ തർക്കങ്ങളുണ്ടെങ്കിലും ചിന്തിക്കുന്നത് യേശു ജനിക്കുന്നതിന് 701 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു ഭക്തനായ ഹെസ്കിയ രാജാവിൻ്റെ ഉൾക്കടത്തുനിന്നും പുറപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് ഈ സങ്കീർത്തന ചേതോവികാരം എന്നാണ് പരക്കെയുള്ള ചിന്ത. Even though there are many debates about the context and the background of this psalm, oftentimes it's understood that this psalm was written roughly 700 years prior to the birth of Christ, but sprung up or prompted in the heart of Hezekiah. എന്നെയും നിങ്ങളെയും പലപ്പോഴും ഹനീഭവിക്കുന്ന വേദനിപ്പിക്കുന്നതിന് വാളും വേലും ഒന്നും ആവശ്യമില്ല. ചില വാക്കുകൾ, ചില ഭാവങ്ങൾ മാത്രമാകാൻ സാധ്യത പലപ്പോഴുമുണ്ട്. Oftentimes for us to be hurt or to be wounded, we don't need swords or knives or weapons. It's often words or even small words that people use that bring about hurt in our life. ഈ നവീകരണത്തിന് വേണ്ടി വളരെ ഔഷധമായ താല്പര്യമുണ്ടായിരുന്ന ഹെസ്കിയാവിന് നേരെ ഒരു വെല്ലുവിളി തൊട്ടും അതിനപ്പുറത്ത് ഒരു കൂട്ടം ആളുകൾ ഉയർത്തിക്കൊണ്ടിരുന്നു. And Hezekiah, who desired the renovation or the renewal, right across from where he's staying across the wall is a group of people that are now opposing him. അത് മറ്റാരുമായിരുന്നില്ല, അശൂർ എന്ന മലയാളത്തിലും ഇംഗ്ലീഷിൽ അസീരിയൻസ് എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ രബ്ശാക്കെ എന്ന മനുഷ്യനാൽ മതിലിൻ്റെ പുറത്ത് നിന്നുകൊണ്ട് പറയുകയാണ്, നിങ്ങളുടെ ദൈവത്തിന് ഞങ്ങളെ ജയിക്കാൻ പറ്റില്ല, അതുകൊണ്ട് പണി വല്ലോ മറ്റും നോക്കിക്കോ, നിങ്ങൾ ജയിക്കുകയില്ല എന്ന് ആക്രോശിക്കുകയാണ്. And the group of people that are opposing Hezekiah is standing there and challenging them, saying, the God whom you serve is unable to save you. He is not able to fight against you or have victory against us. കോട്ടകളെല്ലാം വാതായനങ്ങളെല്ലാം അടയ്ക്കപ്പെട്ട് ഈ മതിൽക്കെട്ടിനുള്ളിൽ ജീവിക്കുന്ന ഇസ്രായേൽ മക്കൾക്ക് മറ്റൊരു പോംവഴിയും ഇല്ല. അതിനുള്ളിൽ അവരൊരു കത്തും കൂടെ കൊടുത്തയച്ചു. ആ കത്ത് ഇപ്രകാരമായിരുന്നു, നിങ്ങൾ തിരിഞ്ഞു നോക്കണം, കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ നടത്തിയ എല്ലാ യുദ്ധങ്ങളിലും ഞങ്ങൾ തന്നെയാണ് വിജയത്തിൻ്റെ വെന്നിക്കൊടി പാറിച്ചതെങ്കിൽ ഈ യുദ്ധത്തിലും നിങ്ങൾ ഈ കർത്താവിലാണെങ്കിൽ നിങ്ങൾ ജയിക്കുകയില്ല എന്ന് ഈ പുസ്തകത്തിൽ, ഈ എഴുത്തിൽ അദ്ദേഹം രേഖപ്പെടുത്തിയിരിക്കുന്നു. അശൂർ രാജാവ്, the king of Assyrians, sent a letter on top of the challenge, the verbal opposition they had, which is as they were tied up in the walls, the doors, the gates were all closed. In the midst of that, the king of Assyria sent a letter saying that if you look back, every war that you have lost, every situation that you went through, you never had victory because God could not defeat us. ഈ സമയത്താണ് ഈ സങ്കീർത്തനത്തിന്റെ 1-ാം വാക്യം എന്നെ നിങ്ങളെ ബലപ്പെടുത്തേണ്ടത്. That's when the first verse of this psalm strengthens us. It should strengthen each and every one of us. അതിങ്ങനെയാണ് 1-ാം വാക്യം, ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, അവൻ കഷ്ടങ്ങളിൽ ഏറ്റവും അടുത്ത തുണയായിരിക്കുന്നു. And the first verse says, God is our refuge and strength, a very present help in trouble. ഗോഡ് എന്ന് മാത്രമായി ഇംഗ്ലീഷിലും മലയാളത്തിലും പറയുന്നതിൻ്റെ തനി തർജ്ജിമ നമ്മൾ ഹീബ്രൂസിലെടുത്താൽ ഗോഡ് ആൻഡ് ഗോഡ് അലോൺ
ഈസ് അവർ റിഫ്യൂജ് എന്നാണ്. നമ്മൾ അതിന്റെ മൂലഭാഷ നോക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും ദൈവം മാത്രമെന്ന് പറയുന്നു. പക്ഷെ അവിടെ പറയുന്നു ദൈവം എന്ന് മാത്രമല്ല, ദൈവം മാത്രമാണ് നമ്മുടെ സങ്കേതവും നമ്മുടെ ബലവും. ഇന്ന് രാവിലെയും സ്വർഗത്തിലെ ദൈവത്തെ നമ്മോട് പറയാനുള്ളത്, ഞാനും നിങ്ങളും നേരിടുന്ന വിഷമസന്ധികൾ ഭൗതികമായാലും ശാരീരികമായാലും മാനസിക സംഘടനമായിരുന്നാലും നീണാൽ നമ്മൾ നേരിടുന്ന വെല്ലുവിളികളാണെങ്കിലും ദൈവം പറയും നോക്കാനൊക്കുന്ന ഒറ്റ സ്ഥലമേ ഉള്ളൂ, അത് ഏകനായ അത്ഭുതങ്ങളെ ചെയ്യുന്ന നമ്മുടെ ദൈവമാണ്. What we must understand is that no matter what type of challenge or difficulty or tension or pressure you may be encountering, whether it's health or financial, there's only one person to whom we can look to, that is God and God alone. 46-ാം സംഘത്തിന് തുടങ്ങുന്ന വാക്ക് ദൈവമെന്നെങ്കിലും അതിന്റെ എബ്രായ ഭാഷയിൽ ദൈവത്തിന് കൊടുത്തിരിക്കുന്ന എലോഹീം എന്ന വാക്കാണ് കൊടുത്തിരിക്കുന്നത്. We see the word God being used in English and Malayalam, but the word that's used in the root language is Elohim. ഉൽപ്പത്തി പുസ്തകം 1:1 പറയുന്ന എലോഹീമായവൻ, ആകാശഭൂമികളെ നിർമ്മിച്ച ദൈവം, സൂര്യയന്ത്രങ്ങളെ അതിനെ യവനം തെറ്റാതെ നടത്തിക്കൊണ്ടിരിക്കുന്ന ദൈവം, മകയിരത്തെയും മറ്റ് കാർത്തികയെയും പേര് വിളിക്കുന്ന നമ്മുടെ ദൈവം, സമുദ്രത്തെ തന്നെ ഉള്ളങ്കരങ്ങളെ വരയ്ക്കുന്ന ദൈവം, പർവ്വതങ്ങളുടെ പരിണാമം എടുക്കുന്ന ദൈവം. വിശ്വാസ സമൂഹമേ, ഞാൻ ഉറച്ചു പറയട്ടെ, ആ ദൈവത്തിന്റെ കരം കുറുകി പോയിട്ടില്ല. ആ ദൈവം നമ്മുടെ സങ്കേതമാണ്. And the same God we see in the book of Genesis chapter 1 where it says Elohim who created the heavens and the earth, that same God who put the suns and the moon in the orbit, who calls the stars by its name, who created the mountains and formed the geographies that we see across the globe, that same God is the one whom we can say of that God is our refuge. ആമേൻ. ഈ പുസ്തകത്തിന്റെ സംഘത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 3 സ്ഥലങ്ങളിൽ നമ്മൾ സങ്കീർത്തനം വായിക്കുമ്പോഴും വായിക്കാൻ നമ്മൾ വിടുന്ന ഒരു ഭാഗമുണ്ട്. അത് വായിച്ചിട്ട് അർത്ഥമില്ല. സേല എന്ന വാക്കാണ്. One of the uniqueness that we see in this psalm is often a word that we neglect or we avoid or we overlook, which is the word Selah. ഇത് വായിക്കേണ്ട കാര്യമില്ല. There's no reason for us to read അതിന്റെ it. അർത്ഥം എന്ന് പറയുന്നത്, The meaning of the word Selah, ഒറ്റ വാക്കിൽ ആദ്യം മുതൽ മനപ്പാടമായിട്ട് ഈ സങ്കീർത്തനം വായിച്ചവസാനിപ്പിക്കാൻ ചിലപ്പോൾ ഓർമ്മയുള്ളവർ കാണും. മനപ്പാടമാക്കി പറയുന്നതിന് പകരം ഈ പറയുന്ന 3 ഭാഗങ്ങളിലും അല്പം ശ്വാസമെടുത്തിട്ട് നിമിഷങ്ങൾ തിരിഞ്ഞു നോക്കി ദൈവം നടത്തിയ പോസ് ആൻഡ് പോണ്ടർ what God has done for us എന്ന് ചിന്തിക്കാൻ 3 ഭാഗങ്ങളിൽ നമ്മോട് പറയുകയാണ്. In this psalm we see 3 different instances where we see the word Selah reference. Maybe there are people in this sanctuary that can memorize this psalm in one breath, iterate what the psalm says. Every time we see the word Selah, that is a call for us to pause and ponder what the Lord has done. നമുക്കൊക്കെ വിഷമസന്ധി ഉണ്ടാകുമ്പോൾ നമ്മൾ കഴിഞ്ഞ നാളുകളിൽ ദൈവം തമ്പുരാൻ നമ്മെ നടത്തിയ വഴികളെക്കുറിച്ച് പെട്ടെന്ന് നമ്മുടെ വിചാരത്തിനനുഭവപ്പെട്ട് നമ്മൾ പരിഭ്രാന്തരാകാറുണ്ട്, ഞാൻ ഉൾപ്പെടെ. Many times when we face situations, we look back on certain events or incidents in our life, we may get stressed or somewhat tensed about certain things. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു, അങ്ങനെ നമുക്കെല്ലാവർക്കും അറിയാം, സഭായോഗത്തിന് ഇന്ന ക്രമങ്ങളുണ്ട്, ഇത് കഴിയുമ്പോൾ ഇതാണ് ദൈവം ഇന്ന് രാവിലെ സംസാരിക്കുന്നു. ആ ക്രമങ്ങൾ തെറ്റിച്ചുകൊണ്ട് മനസ്സുകൊണ്ട് പറയണം, ഞാൻ ഓടി ഒളിക്കുകയല്ല, എന്നെ കഴിഞ്ഞ നാളുകളിൽ നടത്തിയ ദൈവ വഴികളെ ഓർത്ത് ആര് സ്തോത്രം പറഞ്ഞാലും, ആര് ഹല്ലേലൂയ പറഞ്ഞാലും, ആരെന്നെ നോക്കിയാലും ഗ്രീറ്റ് ചെയ്താലും ഇല്ലെങ്കിലും ഞാൻ തിരിഞ്ഞു നോക്കുന്നു, എൻ്റെ ദൈവം വിശ്വസ്തനായിരുന്നു. ഇന്നലകളിൽ ദൈവം നല്ലവനായിരുന്നു. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യനാണ്. I will do one thing, I will not do the run and continue and conclude something which I am supposed to do. Rather, I will wait and I will pause and I will reckon what God has done for me. We see that oftentimes we have orders of service. We are bound by time and different orders. But in the midst of all that, what the psalm is telling us is, no matter what's happening next to me, who is praising God, who is not, who is greeting me, who is not, who is ignoring me, who is not, none of that matter. I will look back and reflect upon the goodness of God that has been given to my life. In that goodness, in that reflection, I will praise God. I'm not worried about hiding myself or concealing myself in the midst of my situation. ആദ്യ വാക്കുകളിൽ പറഞ്ഞിരിക്കുന്ന in trouble എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്.
in സങ്കടങ്ങളിൽ trouble. കഷ്ടങ്ങളിൽ നിന്നാണ്. What we see in the beginning verse is the words or the phrase in trouble. ഈ വാക്കിനർത്ഥം നാം പറയുന്ന കഷ്ടത്തിന്റെ ഭാഗമല്ല. This word in trouble doesn't refer to the troubles that we often reference it to. മുമ്പോട്ട് പോകാൻ വഴിയില്ല, വിടത്തോട്ട് പോകാൻ വഴിയില്ല, വലത്തോട്ട് പോകാൻ വഴിയില്ല, പുറകോട്ട് പോകാനും വഴിയില്ലാത്ത ഇടുങ്ങി ഞെരുക്കുന്ന ഒരു വലിയ പ്രതിഭാസത്തിൻ്റെ ഉള്ളിൽ നമ്മളായിരിക്കുന്ന സ്ഥിതിയെക്കുറിച്ചാണ് പറയുന്നത്. അവിടെ നോക്കാനൊക്കുന്ന കാണാനൊക്കുന്ന ആശയുടെ ഒരു കിരീടങ്ങളും നമുക്കില്ലാതിരിക്കുമ്പോൾ നമ്മുടെ കർത്താവ് നമ്മുടെ സങ്കേതമായിരിക്കുന്നു. What we talk about in this reference is when you don't have the opportunity to move forward or to move back. There's no escape to the left, no escape to the right. In the midst of that situation, in the midst of that tenseful situation, there's one place that we can look to. That is the reference of in trouble, and that is where we look to God. നമുക്ക് ഈ ചിത്രം കാണാൻ കഴിയുന്നത് ചെങ്കടലിന്റെ കരയിലാണ്. And what we see this visualized is at the shore of the Red Sea. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായത്തിൽ മോശയുടെ നേതൃത്വം വന്ന പ്രിയപ്പെട്ടവർക്ക് മുമ്പിൽ ചെങ്കടൽ, ഇരുവശങ്ങളും വൻമലകൾ, പുറകിൽ ഫറവോനും സൈന്യവുമായി വരുമ്പോൾ ആ ഇടുങ്ങിയ സ്ഥലത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വാക്കാണ് കഷ്ടത്തിലായി. ജനമെല്ലാം മോശയ്ക്ക് നേരെ തിരിയുന്നു. പക്ഷേ മോശ ആ ജനത്തോട് പറയുകയാണ്, ഇന്ന് കണ്ട മിസ്രൈമിനെ നിങ്ങൾ കാണുകയില്ല. കാരണം ദൈവശബ്ദം കേട്ടു, മോശേ നിന്റെ കയ്യിൽ ഉണങ്ങിയ വടിയുണ്ടല്ലോ, കഴിഞ്ഞ കാലങ്ങളിൽ വെള്ളത്തെ രക്തമാക്കിയത്, അവിടെ ബാധ കൊണ്ടുവന്നത് ആ കരം, ആ മഹത്വമുള്ള കരം നിന്റെ കൂടെയുള്ളിടത്തോളം കാലം മാത്രമല്ല, നോക്കാൻ ഒരു ഉയരത്തിലുണ്ട്. 121 സംഘത്തിനും പറയുന്നു, എൻ്റെ സഹായം, നിങ്ങളുടെ സഹായം അകത്തും പുറത്തും പീഡ വരുമ്പോൾ, ഭീതിയും യുദ്ധവും വരുമ്പോൾ ദൈവം പറയുന്നു, ഞാൻ നിങ്ങൾക്ക് സഹായമായിരിക്കും. When we see this visualized at the shores of the Red Sea, Hallelujah. there we see the same phrase being used. We are in trouble. At the same time, Moses looked at the people and say, we're not in trouble. You have seen the hand of God in glory work amongst us. The same hand of God that that brought about the plagues, the same hand of God, the glory of God that opened up the different doors for us, that same God. And we serve a God who made the heavens and the earth. We don't have to, and that's why Moses said we won't see the same Egypt once again. നമുക്കറിയാമല്ലോ, പ്രാർത്ഥന അപേക്ഷയൊക്കെ സഭയിൽ പറയുമ്പോൾ ചിലർ പറയാറുണ്ട് അൺസ്പോക്കൺ റിക്വസ്റ്റ് ആണെന്ന്. അത് കേൾക്കുന്ന ചില ആൾക്കാർക്കെങ്കിലും ഉണ്ടാക്കും. സ്പോക്കൺ അല്ലെങ്കിൽ പിന്നെന്തിനാ അൺസ്പോക്കൺ, എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? പക്ഷേ ഞാൻ പറയട്ടെ, സ്പോക്കൺ ആയാൽ നാട് മുഴുവനും പാട്ടാകുന്നത് കൊണ്ടാണ് നമ്മൾ അൺസ്പോക്കണായി പറയുന്നത്. പക്ഷേ അതും പറയാനും സ്ഥലമുണ്ടെങ്കിൽ അത് ദൈവസന്നിധി മാത്രമാണ്. Oftentimes during our prayer meetings we have unspoken requests, and some people will ask, if it's unspoken, why are you speaking about it? The reason often is because when we speak about it, it becomes a song in the community. But even if it's unspoken, there is a place and a person to whom we can share it to, and that is our God. ഇവിടെ പറയുന്നു, ഒന്നാമത് കഷ്ടങ്ങളിൽ ചെയ്യേണ്ട കാര്യം റൺ ടുവേർഡ്സ് ദി ലോർഡ്. കർത്താവിന്റെ അടുക്കലേക്ക് നമ്മൾ ഓടിയെത്തണം. We should run to the Lord in the midst of our troubles. കാരണം അവൻ നമ്മുടെ റെഫ്യൂജ് ആണ്. Because he is our refuge. ആമേൻ. കർത്താവ് സഹായിക്കുന്ന ദൈവം എന്നല്ല പറഞ്ഞത്, അവൻ തന്നെയാണ് സഹായം. It's not that it says God is helping us. God alone is our help. ആമേൻ. അവിടെ പറയുന്നു, നിങ്ങൾക്ക് കർത്താവ് റെഫ്യൂജ് ആണെങ്കിൽ ഈ ചിത്രം ഇസ്രായേൽ മക്കൾക്ക് സുപരിചിതമാണ്. അവർക്ക് യോർദാന്റെ 2 കരകളിലും 3 വെച്ചുള്ള സങ്കേത നഗരങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അവിടെ അബദ്ധവശാൽ കൊലപാതകം ചെയ്യപ്പെട്ട മനുഷ്യന് നീതി കിട്ടാതെ പോകുമ്പോൾ കയ്യബദ്ധം വന്നവൻ രക്ഷപ്പെടാൻ വേണ്ടി ഓടിപ്പോകാൻ സങ്കേതമുണ്ട് ആ കാലങ്ങളിൽ. പക്ഷേ ഇവിടെ ഈ പ്രത്യേക ഘട്ടങ്ങളിൽ നമുക്കുള്ള സങ്കേതം മറ്റാരുമല്ല, നമ്മുടെ കർത്താവായ യേശു തന്നെയാണ്. When we see in the Old Testament, the Israelites, when they had cities of refuge, when there was a criminal, someone who was accused of a crime, and he would not receive the justice that is needed, he had different places or cities of refuge to run to. For us, however, that place of refuge is the person of refuge in God. എബ്രായലേഖനം 10-ന്റെ 19, 20, 17 ഒക്കെ നമ്മളൊന്ന് വായിച്ചു നോക്കിയാൽ കാണാൻ കഴിയും, നമ്മുടെ കർത്താവ് ഒരിക്കലായി നമുക്ക് വേണ്ടി
ഒരു യാഗം കഴിച്ച് നമുക്ക് വേണ്ടി അറ്റോൺമെന്റ് ഉണ്ടാക്കി. 17-ാം വാക്യത്തിൽ വായിക്കുന്നു, നമുക്ക് എന്നേക്കുമുള്ള പരിഹാരം അഥവാ നമ്മുടെ ജീവിതത്തിൽ പ്രായശ്ചിത്തമായി വന്നിട്ട് ഒരിക്കലും പാപിയല്ലെന്ന പ്രഖ്യാപനം ദൈവം നമുക്ക് തരുന്നു. അവയോടൊപ്പം തന്നെ വീണ്ടും പറയുന്നു, God has given us access to come to the Lord anytime, everywhere, where you are, in whatever the problem where you have come to the throne of grace and He opened a way for us. എബ്രായ ലേഖനത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അവിടെ എടുത്തു പറയുന്ന 1-2 വിഷയങ്ങളുണ്ട്. നമുക്ക് വേണ്ടി ദൈവം എന്നേക്കുമായി പ്രായശ്ചിത്തം ചെയ്തു. അവസാനം പറയുന്നു, നമുക്ക് കൃപയിൽ ആ കൃപാസനത്തിൽ അടുത്ത് വരുവാൻ നമുക്ക് പ്രവേശനം തന്നത് നമ്മുടെ കർത്താവായ യേശുവാണ്. ആ ദൈവം പറയുന്നു, നമുക്ക് ഏത് സമയത്തും എവിടെയായിരിക്കുമ്പോഴും ഓടിച്ചെല്ലുവാൻ നമുക്ക് പ്രാപ്തിയുള്ളവർ, ഓടിച്ചെല്ലുവാൻ നമുക്ക് പ്രവേശനമുള്ള ഒരു സ്ഥലമാണ് ദൈവത്തിന്റെ കൃപാസനം. സ്തോത്രം. കർത്താവ് പറയാണ്, നിങ്ങൾ എൻ്റെ അടുക്കലേക്ക് വരിക. The Lord is telling us, come to Him. എന്തിനാണ് അങ്ങനെ വരുന്നതിന് കാരണം? Why are you coming in this way? ഇവിടെ വായിക്കുന്ന ഒരു നദിയുണ്ട്. We read there's one river. Actually യെരുശലേമിൽ നദിയില്ല. In Jerusalem, in actuality, there is no river. ലിറ്ററൽ നദി അല്ല ഇവിടുത്തെ വിഷയം. This is not talking about a little river. യെരുശലേമിന് കിഴക്ക് യോർദാൻ നദിയുണ്ട്. In the east of Jerusalem, there's the Jordan River. പടിഞ്ഞാറ് മഹാസമുദ്രമായ മെഡിറ്ററേനിയൻ സമുദ്രമുണ്ട്. On the west side is the Mediterranean Sea. എന്നാൽ ഹിസ്കിയാവിന്റെ കാലത്ത് 1770 അടി നീളമുള്ള ഒരു തുരങ്കം അദ്ദേഹം യെരുശലേമിന്റെ ഗീഹോനിലേക്ക് ഉണ്ടാക്കിയിരുന്നു. In the time of Hezekiah, in the year 1770 feet. 1,770 feet. 70 feet long tunnel was dug by that king. അവിടെയാണ് ഒരു സ്പ്രിംഗ് ഉണ്ടായത്. അവിടെ ഒരു അരുവി, ഒരു ചെറിയ ഉറവയുണ്ട്. And there a small stream or spring sprung up. ആ സ്ട്രീം വരാൻ വേണ്ടി ഗീഹോൻ എന്ന ശിലോഖാം എന്ന് പറയുന്ന കുളത്തിന്റെ അടുക്കത്ത് കൂടെയുള്ള ഒരു സ്ട്രീം അവിടെ ഉണ്ടാകാറുണ്ട്. ഇതൊരു സാന്ദർഭികമായ ഒരു ചെറിയ കാര്യമാണെങ്കിലും ഹിസ്കിയാവിൻ്റെ കാലത്ത് എല്ലാം അടയപ്പെട്ടപ്പോൾ ഈ വെള്ളം കൊണ്ടാണ്, ഈ സ്പ്രിങ് കൊണ്ടാണ്, ഈ ഉറവ കൊണ്ടാണ് അകത്ത് അവര് മതിൽക്കെട്ടിനകത്ത് രക്ഷപ്പെടാൻ കാരണമായി തീർന്നത്. Even though everything was closed around them at the time of King Hezekiah because of the opposition, because the stream existed that provided them the water supply that was needed for their survival. യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 37-42 വാക്യങ്ങളിൽ ഉത്സവത്തിന്റെ ഒടുവിലത്തെ ദിവസമായി കൂടാര പെരുന്നാളിന്റെ അവസാനം യേശു നിന്നുകൊണ്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വരട്ടെ. അവന് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൻ്റെ വയറുകളിൽ നിന്ന്, അവൻ്റെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ഒരു നദി ഞാൻ പുറപ്പെടുവിക്കുമെന്ന് യേശു തമ്പുരാൻ പറയുകയുണ്ടായി. We see our master Jesus saying on the last day of the feast, if anyone thirsts, let him come to me. Whoever believes in me, as the scripture has said, out of his heart will flow rivers of living water. ആ നദി വരണ്ട നിലത്ത് ഒഴുകുന്നതാണ്. That river flows in the places of parched land. വേദപുസ്തകം മുഴുവൻ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പുസ്തകം വരെ വെള്ളം കൊണ്ടുള്ള ദൈവിക സ്പർശനത്തെ നമുക്ക് ശ്രദ്ധിക്കാൻ സാധിക്കും. We can see easily from book of Genesis to the Revelation where the water is used to touch or inspire and encourage. നിത്യജീവനിലേക്ക് ഒഴുകുന്ന വെള്ളത്തെക്കുറിച്ച് ശമരിയയുടെ നട്ടുച്ച സമയത്ത് വെള്ളം കോരാൻ വന്ന ഒരു ശമരിയക്കാരത്തോട് യേശു തമ്പുരാൻ വർത്തമാനം പറയുന്നത് നമുക്ക് യോഹന്നാൻ 4-ൽ കാണാൻ കഴിയും. In the Gospel of John, the 4th chapter, we can see the conversation between Christ and the woman who comes to get water from the well at Samaria. സംസ്കാരങ്ങളെല്ലാം ഉണ്ടായത് നദിയുടെ കരകളിൽ നിന്നാണ്. All the cultures and the customs were originated and the shores of different seas. യൂഫ്രട്ടീസ് എന്ന നദിയുടെ കരയിലാണ് ഈജിപ്ഷ്യൻ സംസ്കാരം ഉണ്ടായത്. The Egyptian culture began at the bank of Euphrates River. അതുപോലെ തന്നെ ഇന്ത്യയിൽ സംസ്കാരം ഉണ്ടായത് സിന്ധു നദിയുടെ തീരങ്ങളിൽ നിന്നാണ്. And at the banks of the river, the shores of the river Sindhu is where Indian culture had its beginning. നമ്മുടെ ജീവന്റെ ആധാരം അങ്ങ് നദിയുടെ കരയല്ല, ജീവജലത്തിന്റെ നദിയുള്ള നമ്മിൽ പൊങ്ങി വരുന്ന ആത്മവ്യാപാരത്തിൽ നാം ആനന്ദിക്കുമ്പോഴാണ് നാം ആരാധിച്ചു എന്ന സംതൃപ്തി ഒരാത്മീകനുണ്ടാകും. നമുക്കറിയാം. We know we are content or satisfied in the spiritual worship we have when the living waters which flow out of us prompt us to worship the Lord. എന്നാൽ ഒരു ഭക്തൻ റെവലേഷനിൽ ഒരു കാര്യം ദൈവത്തോട് പറയുന്നുണ്ട്. But a saint of God is speaking of this in a revelation in a different way. അദ്ദേഹം പറയുന്നു, എനിക്ക് വെള്ളം കാണുകയേ വേണ്ട.
He's saying, I don't want to see water. അത് റെവലേഷന്റെ പുസ്തകം 21-ാം അധ്യായത്തിലാണ്. In Revelation chapter 21, അതിങ്ങനെയാ തുടങ്ങുന്നത്. this is how it begins. യോഹന്നാൻ പറയുന്നു, ആ പുത്തനാകാശത്തിന്റെയും പുത്യഭൂമിയുടെയും നിലവാരം താൻ ആദ്യം പറയുന്നു, ഇനിയും സമുദ്രം ഇല്ല. When I saw the new heavens and the new earth, the first thing he says is, there is no more sea. ആരാധിക്കാൻ വരുന്നവന് പുത്തൻ യെരൂശലേമിന്റെ സ്വർണമോ വെള്ളിയോ പറയുന്നതിനപ്പുറത്ത് തൻ്റെ വായിലൂടെ ആദ്യം ഉച്ചരിക്കുന്നത് തൻ്റെ ഉൾക്കടമായ ആരാധനയുടെ അഭിനിവേശത്തിന്റെ പ്രകടനമാണ്. താൻ ഉറച്ചു പറയുകയാണ്, ഇനിയും എനിക്ക് ആശ്വാസത്തിനായി അവിടെ എങ്ങും ഒരു വെള്ളത്തിന് തുള്ളി കാണുകയില്ല. എന്തുകൊണ്ടെന്നാണ് അറിയാമോ? തന്നെയും തൻ്റെ ലോക്കൽ ചർച്ചായ എഫെസോസ് ചർച്ചിനെയും വേർതിരിച്ച ഒരു സമുദ്രം, ഈജിയൻ സമുദ്രത്തെ കണ്ടുകൊണ്ട് പറയാണ്, അല്ലയോ സമുദ്രമേ, നീ ഇത്ര നാൾ എന്നെ തടവറയിലാക്കി എൻ്റെ വീട്ടുകാരെ, എൻ്റെ കൂട്ടുകാരെ, എൻ്റെ കൂട്ടായ്മക്കാരുമായി ഒന്ന് ആരാധിക്കാൻ എന്നെ കഴിയാതെ ഒറ്റപ്പെട്ടവരായിരിക്കുന്നെങ്കിൽ ഒരു നാൾ മടങ്ങി വരുന്നു. പ്രതിസന്ധി വരുന്ന എല്ലാ പെരുവെള്ളച്ചാട്ടങ്ങൾക്കും അതിനെ അറുതി വരുത്തി സ്വർഗം പറയുന്നു, ഇനിയും സമുദ്രം അവിടെയില്ല. ദൈവജനമേ, നിന്നെ പ്രതിബന്ധിക്കുന്ന, നിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്ന കുഞ്ഞിനെ ഓർത്ത്, ഭാര്യയെ ഓർത്ത്, ഭർത്താവിനെ ഓർത്ത് നിന്റെ ശരീരത്തോട് വേദനിക്കുന്നെങ്കിൽ സ്വർഗം പറയുന്നു, there is a time coming, God will discourage and delete every stumbling block and we will be with him forever and ever. Amen, amen. The context in which John is saying that there is no sea anymore is the reason being, at the point of his imprisonment in the island of Patmos, he knows he's separated by the Aegean Sea from his people, his kinship, his church in Ephesus and the fellowship. So when he sees that separation is no longer there, he doesn't focus on the gold or the silver or anything else in the new city of the New Jerusalem, but he is saying every stumbling block, every preventive measure, every hindrance that came into my life, that will be no longer the case. And the servant of God said, that's the same for us in our story. എന്തുകൊണ്ട് നദി? എന്തിനാണ് നദി? ഇവിടെ പറയുന്നു, അത് ദൈവനഗരത്തെ സന്തോഷിപ്പിക്കുന്നു. What is the river for? It says it brings rejoicing to the city of God. ഗലാത്യലേഖനം 5:22 തുടങ്ങുന്ന ഫലത്തിന്റെ അതിൻ്റെ ഒരു ചാലിൽ സ്നേഹം, സന്തോഷം, സമാധാനം എന്ന് തുടങ്ങുന്ന ഫ്രൂട്ട് എന്ന് പറയാൻ ഫ്രൂട്ട്സ് ഒന്നില്ല, അതിൻ്റെ പ്രതിഫലനമാണ് നദിയുടെ ഫലമായി ഉണ്ടാകുന്നത്. മനുഷ്യനെ ആത്മാവ് നടത്തുന്നെങ്കിൽ അവനെ ഒരു തടസ്സങ്ങളും ഒരു കൊള്ളിവെപ്പുകളും ഒരു തടസ്സവാദങ്ങളും ആത്മാവിൽ ആരാധിക്കാൻ ഒരിക്കലും തടസ്സമാകുകയില്ല. ജയിലറയ്ക്കകത്തും ആക്ട് 16 സൈലസും പോളും അർദ്ധരാത്രിക്ക് കൂരിട്ടുള്ളപ്പോൾ പുറം മുഴുവൻ ഉഴവുചാരികൾ പോലെ കീറപ്പെട്ടപ്പോൾ പറയാവുന്ന ഏത് സംസ്കൃതവും പറഞ്ഞ് ജയിൽ സൂപ്രണ്ട് അവരെ അകത്താക്കിയപ്പോൾ there is a day coming, they started worship the Lord. The spirit, if there is a spirit is conducting you and leading you, you don't need to be bow down your head, but God will wake you up, God will raise you up. ദൈവം തക്ക സമയത്തമേ ഉയർത്തും. നീ നടത്തപ്പെടേണ്ടത്, ഞാൻ നടത്തപ്പെടേണ്ടത് മറ്റൊരു ഡിനോമിനേഷനോ ബോർഡിന്റെയോ നിയന്ത്രണത്തിലല്ല. ദൈവത്തിന്റെ ആത്മം നടത്തപ്പെടുന്നെങ്കിൽ അത് സന്തോഷത്തിന് കാരണമാകും. ആ കർത്താവിന് വേണ്ടി നമുക്ക് ജീവിക്കാം. We see that the river whose streams make glad the city of God. If we are led by the Spirit, we're not looking for validations or affirmations from a denomination or a group or some party or anything like that. We're looking to the Lord and saying, I am led by the Holy Spirit. If that's the case, the fruit of the Spirit, which includes the joy, is the one who leads us and inspires us and motivates us. ഈ സന്തോഷമുണ്ടാകാൻ വേണ്ടി പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു സർവനാമമല്ല, ഒരു നാമം 2 പ്രാവശ്യം ഈ സങ്കീർത്തനത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട്. ഒരാളുടെ പേര്. 2 names are given to us in this psalm that speaks or reflects that principle. ഒരാളുടെ പേരാണ് 2 പ്രാവശ്യമാണ് പറഞ്ഞിരിക്കുന്നത്. It's the same name that's been repeated. വരുന്ന വാക്യം നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണും, യാക്കോബിന്റെ ദൈവം
നമ്മുടെ ദുർഗമാകുന്നു. We see the God of Jacob is our fortress. അബ്രഹാം ആണെങ്കിൽ സഹിക്കാമായിരുന്നു. If it's Abraham, we would have tolerated it. ഐസാക്ക് ആണെങ്കിൽ നമുക്ക് സന്തോഷം തരുമായിരുന്നു. Maybe if it was referenced as Isaac, we would have had പക്ഷേ joy. യാക്കോബിന്റെ ദൈവം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഉപായിയായ ഒരാൾമാട്ടക്കാരനായിരുന്ന, പരുവം കിട്ടുമ്പോൾ ആരെയും ചതിക്കുന്ന, എനിക്കും വേണം ഭഗാബലം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെയും കൂടെ ഒരു ദൈവമാണ് ഇവിടെ ഞെരുക്കത്തിൻ്റെ മറവിൽ ഇവിടെ പ്രത്യക്ഷപ്പെടുന്നത്. Well, when we think about Jacob as being referenced here, what comes to our mind is the deceiver, the one who changes his form, the one who takes every opportunity to deceive others or entrap others. And that's the picture we see as God saying, I am a God of that man. ദൈവമക്കളെ, നമുക്ക് പലപ്പോഴും തോന്നാം ഞാൻ അപ് ടു ദ പോയിന്റ് ഒന്നും അല്ലല്ലോ, ആത്മീയമുണ്ടെങ്കിലും മറ്റാരെ പോലും അല്ലെന്ന് ചിന്തിക്കുമ്പോഴും അബ്രഹാമിനെയും ഐസക്കിനെയും ഒക്കെ വലിയ പിതാക്കന്മാരായി മാറുമ്പോഴും ഈ ചതിക്കുന്ന ചിത്രം മാത്രം കാണുന്ന ഈ യാക്കോബ് നമുക്ക് പ്രാധാന്യം പറയുന്നത് ക്ഷീണങ്ങളുള്ള, പുറകോട്ട് പോകുന്ന ജീവിത ക്രമീകരണങ്ങൾക്കിടയിലും അദ്ദേഹം ദൈവം പറയുന്നു, ഞാൻ യാക്കോബിൻ്റെ ദൈവമാണെന്ന് പറഞ്ഞാൽ നമുക്ക് ആശയ്ക്ക് വഴിയുണ്ട്. When we read this verse, we realize that we may look to certain things and situations, and we may measure ourselves to other people and say, I don't measure up to that person's level of spirituality or this person's level of spirituality. But knowing that God has a desire to be known as a God of Jacob gives us hope that God is also knowing us. ഒന്ന്, നാം കർത്താവിലേക്ക് ഓടിയെത്തണം. One, we should run to the Lord. രണ്ട്, ദിനംതോറും ആ റിവർ അഥവാ ഹോളി സ്പിരിറ്റിനാൽ നമ്മൾ നടത്തപ്പെടണം. Secondly, continuously, daily, we shall be filled with the Holy Spirit. മൂന്ന്, we need to know him as God and abide in him. മൂന്നാമതായി നമ്മൾ ദൈവത്തെ അറിയേണ്ടതുപോലെ അറിയണം, ആ ദൈവത്തിൽ വസിക്കുകയും ചെയ്യണം. 10-ാം വാക്യം ശ്രദ്ധിച്ചാൽ കാണാൻ കഴിയും. And when we read verse 10, we understand. അവിടെ വായിക്കുന്നു, മലയാളത്തിൽ മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവാനാണ്. In Malayalam it says, be silent and know that he is God. അങ്ങനെയല്ല അതിന് ശരിയായ അർത്ഥം. But that's not the real meaning of that verse. Be still എന്നാണ് ഇംഗ്ലീഷില്. In English it says, be still. അതിന് സ്വയമായ അർത്ഥം, ശരിയായ അർത്ഥം, ഡ്രൈവ് ചെയ്യുന്ന കാറുകളിൽ ഡ്രൈവർ സീറ്റിലിരിക്കുന്ന നമ്മളോട് കർത്താവ് പറയുകയാണ്, നീ സ്റ്റിയറിങ് എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണം, നീ ഈസി ആയിട്ട് പാസഞ്ചർ സീറ്റിലേക്ക് മാറിയിരിക്കണം, ഞാൻ ഡ്രൈവ് ചെയ്ത് കൊള്ളാം, ഞാൻ കാര്യങ്ങളെ നിയന്ത്രിക്കാം എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. The real meaning of that illustrated is, if you're driving the car, the Lord comes to you and says, you let go of the steering wheel and you change the seat, you move from the driver's seat to the passenger side and you sit there. I will drive, I will manage the situation. That is what really means to be still. 2 Kings 17-18 അധ്യായങ്ങളിൽ ഹിസ്കിയാവ് തനിക്ക് കിട്ടിയ ഭീഷണി കത്ത് ഓട്ടറിൽ കൊണ്ടുപോയി വെച്ചിട്ട് വീട്ടിൽ കൊണ്ടുപോയില്ല. ഇതുപോലെ ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ ഇന്ന് രാവിലെ വന്നിട്ടുള്ളവർ കൊണ്ടുവന്നത് മുഴുവനും അതുപോലെ തിരിച്ചു കൊണ്ടുപോകരുത്, ഇവിടെ കാശ് ചെയ്യണം. കാരണം നിങ്ങൾ അറിയണം, ഞാൻ അറിയണം, ഇന്നലകളിൽ നടത്തിയ ദൈവം നമ്മെ പിന്നെയും നടത്താൻ വിശ്വസ്തനായ കർത്താവാണ്. When we read in 2 Kings chapter 17 and 18, King Hezekiah, whatever he bought to the altar, he didn't take it back home once it was offered to the Lord. And this morning the servant of God is encouraging us, whatever you have brought in the presence of God, don't take it back. Reflect on the fact the same Lord who led you this far will be the one to lead you going forward. ഈ പ്രത്യേക വാക്ക് വേദപുസ്തകത്തിൽ 3 പ്രാവശ്യം മാത്രമേ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. This word is only given to us 3 times in this reference. ഒന്ന്, ഞാൻ മുമ്പേ പറഞ്ഞ മോശയോട്, മോശ ജനത്തോട് പറഞ്ഞു, മിണ്ടാതിരിക്ക്, ദൈവം ഇന്ന് ആരെന്ന് വെളിപ്പെടുത്തും. And Moses is the first instance we see there's where he says, be still, be quiet, our God's glory will be evident. രണ്ടാമത് പറയുന്ന സംഭവം രൂത്തും തൻ്റെ മരുമകളോട് പറയുന്ന ഒരു വാക്കാണ്, നീ മിണ്ടാതിരിക്കണം. ബോവസ് ഈ കാര്യം ക്രമീകരിച്ച ശേഷമേ അവന് സ്വസ്ഥമായിരിക്കുകയുള്ളൂ. And next we see Naomi telling Ruth, be quiet, be still, because once Boaz has arranged the things and prepared it, then only will he have rest. മൂന്നാമത് പറയുന്ന ഭാഗമാണ് 46-ാം സങ്കീർത്തനം. എന്ത് കൊഴാമറിച്ചിലുണ്ടായിരുന്നാലും എന്നോട് ഇപ്പോൾ കർത്താവ് പറയുന്നു, നിങ്ങൾ നിയന്ത്രണം ദൈവത്തിൽ ഏൽപ്പിക്കൂ, ഭീഷണികളെ അവൻ കൈകാര്യം ചെയ്യട്ടെ. നമ്മുടെ നാളെ
കാലത്തിനധീതനായ ദൈവം നിങ്ങളെ കരുതാൻ നന്നായി ചെയ്യാൻ കഴിയുന്നവനാണ്. അവങ്കൽ കാര്യമേൽപ്പിക്കാൻ ദൈവാത്മാവ് എന്നോടും നിങ്ങളോടും സംസാരിക്കുന്നു. ദൈവം നമ്മെ സഹായിക്കട്ടെ. In the third instance we see of the references in Psalms 46, and that's what we have been meditating on, and the Lord is telling us there may be accusations that come against us, different difficulties that come against us. In the midst of that, be still and trust in the Lord. Let him have control over things and let him manage the things and the outcomes of നമ്മുടെ that. തലകളെ നമുക്കൊരു നിമിഷം വണക്കാം. Shall we bow our heads? സ്വർഗസ്ഥ പിതാവേ, we are very grateful to you. You enable us to come up to this point. You are our Ebenezer, and the Samson, God is with them. As we are just finished the celebration of the Christmas, Isaiah reminded us, his name shall be called Emmanuel. That means God is with us. We are experiencing your unseen presence. Lord, lead us and guide us by the unction of the Holy Spirit. Help us to seek your presence and knowing you in a deeper sense, and still laying out all our burdens in you and you alone. As a man of God representing your kingdom, we all of us bless this church, extend the boundaries, anoint each one of them, heal the hearts and the minds of people. Let your glory be reverberated throughout the states and through nations, through each one of them. Let the young and the old rejoice in you and express the manifestation of the Holy Spirit by proving themselves we are the children of God. Let the whole world know that we are serving a living, a continuously steadfast God, walking with us, giving the protection and provisions and the presence in the days to come. In Jesus' name we pray.